നമസ്കാരം. ദിലീപ് നായകനായി വന്ന ചിത്രമാണ് പ്രിൻസ് ആൻഡ് ഫാമിലി. ചിരിക്ക് പ്രാധാന്യം നൽകിയ ഒരു ചിത്രമാണ്. നവാഗതനായ ബിന്ദു സ്റ്റീഫനാണ് ചിത്രം സംവിധാനം ചെയ്തത്. പ്രിൻസ് ആൻഡ് ഫാമിലി 1.14 കോടി രൂപയാണ് ഓപ്പണിംഗിൽ നേടിയിരിക്കുന്നത്. ഇതുവരെ 1 കോടിയിൽ താഴാതെയാണ് ചിത്രം മുന്നോട്ട് പോകുന്നത്. രണ്ടാം തിങ്കളാഴ്ചയും ചിത്രം 1.06 കോടി നേടിയിട്ടുണ്ട് എന്നാണ് പ്രമുഖ ട്രേഡ് അനലിസ്റ്റുകളായ സാഗ്നിൽക്കും റിപ്പോർട്ട് ചെയ്യുന്നത്. പ്രിൻസ് ആൻഡ് ഫാമിലി 15 കോടിയോളം ആകെ നേടിയിട്ടുണ്ട് എന്നാണ് ബോക്സ് ഓഫീസ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. പ്രിൻസ് ആൻഡ് ഫാമിലി തികച്ചും ഒരു കുടുംബ ചിത്രമാണ്. ഒരു വർഷത്തിനു ശേഷമാണ് ഒരു ദിലീപ് ചിത്രം പ്രേക്ഷകരിൽ എത്തിയിരിക്കുന്നത്. ലിസ്റ്റിൻ സ്റ്റീഫൻ നിർമ്മിച്ച ജനഗണമന, മലയാളി ഫ്രം ഇന്ത്യ എന്നീ ചിത്രങ്ങൾക്ക് ശേഷം ഷാരിസ് മുഹമ്മദ് രചന നിർവഹിക്കുന്ന ചിത്രം കൂടിയാണിത്. ഉപചാരപൂർവ്വം ഗുണ്ടാ ജയൻ, നെയ്മർ, ജനഗണമന, മലയാളി ഫ്രം ഇന്ത്യ എന്നീ ചിത്രങ്ങൾക്ക് ചീഫ് അസോസിയേറ്റ് ഡയറക്ടറായി പ്രവർത്തിച്ച ബിന്ദു സ്റ്റീഫന്റെ ആദ്യ സംവിധാന സംരംഭം കൂടിയാണിത്. തിരക്കഥാകൃത്തായ ഷാരീസിനൊപ്പമുള്ള 3ാമത്തെ ചിത്രവും. മാജിക് ഫ്രെയിംസിന്റെ ബാനറിൽ ലിസ്റ്റിൻ സ്റ്റീഫൻ നിർമ്മിച്ച ദിലീപിന്റെ 150ാമത്തെ ചിത്രം പ്രിൻസ് ആൻഡ് ഫാമിലി നിറഞ്ഞ സദസ്സുകളിൽ പ്രദർശനം തുടരുകയാണ്. റിലീസിന് ശേഷം ചിത്രത്തിന്റെ ഔദ്യോഗിക ട്രെയിലർ അണിയറ പ്രവർത്തകർ പുറത്തുവിട്ടിരുന്നു. ചിത്രത്തിന്റെ ടീസർ മാത്രമായിരുന്നു അതുവരെ പുറത്തു വന്നത്. മികച്ച സ്വീകാര്യതയായിരുന്നു ഇതിന് ലഭിച്ചത്. ദിലീപ് ചിത്രമായ പ്രിൻസ് ആൻഡ് ഫാമിലിയെ പ്രശംസിച്ച് നിർമ്മാതാവും തിയേറ്റർ ഉടമ കൂടിയുമായ ലിബർട്ടി ബഷീർ രംഗത്തെത്തിയിരുന്നു. 8 വർഷത്തിനു ശേഷം മലയാള സിനിമയിലേക്കുള്ള ദിലീപിന്റെ ശക്തമായ തിരിച്ചുവരവാണ് ഈ സിനിമയെന്നാണ് ബഷീർ പറയുന്നത്. 2017 ശേഷം ഇന്ന് ദിലീപിന്റെ തിരിച്ചുവരവ് തന്നെയാണ്. കുറെ കാലത്തിന് ശേഷം തുടരും എന്ന പടത്തിനാണ് 15ഉം 20ഉം ഒക്കെ ടിക്കറ്റുകൾ ഒരുമിച്ച് വിറ്റുപോകുന്നത് കാണുന്നത്. അതേപോലെ തന്നെ കഴിഞ്ഞ 4-5 ദിവസമായി 15ഉം 20ഉം ടിക്കറ്റുകൾ കൂട്ടത്തോടെ ഫാമിലികളിൽ നിന്നാണ് വിളിച്ചിട്ടെടുക്കുന്നത്. അത് നല്ല സിനിമയുടെ ഒരു ലക്ഷണം തന്നെയാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. ചിത്രത്തിൽ ദിലീപിനോടൊപ്പം അനുജന്മാരായി ധ്യാൻ ശ്രീനിവാസൻ, ജോസ് കുട്ടി ജേക്കബ്, ബിന്ദു പണിക്കർ, സിദ്ദിഖ്, മഞ്ജു പിള്ള, ഉർവശി, ജോണി ആന്റണി, അശ്വിൻ ജോസ്, റോസ്ബത്ത് ജോയ്, പാർവതി രാജൻ, ശങ്കരാടി എന്നീ താരങ്ങളും കൂടാതെ നിരവധി പുതുമുഖങ്ങളും അണിനിരക്കുന്നുണ്ട്. ചിത്രത്തിന്റെ ഛായാഗ്രഹണം രണ ദിവേ, സൗണ്ട് മിക്സിംഗ് MR രാജകൃഷ്ണൻ, കോ പ്രൊഡ്യൂസർ ജസ്റ്റിൻ സ്റ്റീഫൻ, ലൈൻ പ്രൊഡ്യൂസർ സന്തോഷ് കൃഷ്ണൻ, എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ നവീൻ P. തോമസ്, പ്രൊഡക്ഷൻ ഇൻചാർജ് അഖിൽ യശോധരൻ, അഡ്മിനിസ്ട്രേഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഹെഡ് ബബിൻ ബാബു, ആർട്ട് അഖിൽരാജ് ചിറയിൽ, വെങ്കി, മേക്കപ്പ് റഹീം കൊടുങ്ങല്ലൂർ, ചീഫ് അസോസിയേറ്റ് ഡയറക്ടർ രാജേഷ് ഭാസ്കർ, പ്രൊഡക്ഷൻ കൺട്രോളർ പ്രജീഷ് പ്രഭാസൻ, PRO മഞ്ജു ഗോപിനാഥ്, സ്റ്റിൽസ് പ്രേംലാൽ പട്ടാഴി, കാസ്റ്റിംഗ് ഡയറക്ടർ ബിനോയ് നമ്പാല, ഡിസൈൻസ് യെല്ലോ ടൂത്സ്, മാർക്കറ്റിംഗ് സൗത്ത് ഫ്രെയിംസ് എന്റർടൈൻമെന്റ്, ഡിജിറ്റൽ പ്രൊമോഷൻ ഒബ്സ്ക്യൂറ എന്റർടൈൻമെന്റ്, അഡ്വർടൈസിംഗ് ബ്രിങ് ഫോർത്ത്, വിതരണം മാജിക് ഫ്രെയിംസ് റിലീസാണ്.